ഹായ് ഓൾ. മിക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മാർക്കറ്റ് 100 പോയിന്റ് ഗ്യാപ്പ് അപ്പ് 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. എവിടെയാണ്? 25,897 903 പറഞ്ഞ നമ്മുടെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ആശാൻ താഴോട്ട് അനിഞ്ഞ് പോരുകയായിരുന്നു. താഴോട്ട് പോകുന്നതിന് ശേഷം അപ്പം നമ്മൾ ഇന്നലെ എന്താണ് പ്ലാൻ ചെയ്തത്? നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഇതിനകത്ത് നിന്ന് ബ്രേക്ക് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും ഇല്ലേ? പക്ഷെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്ത് ഇല്ലേ? ഈ റേഞ്ചിലാണ്. അപ്പോൾ ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്യും. എപ്പോഴും നമുക്ക് റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് സംഭവിക്കണം? ഒന്നുകിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി ഇല്ലേ? രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തന്നെ താഴോട്ടിഞ്ഞ് പോയിരുന്നു. ഒരു മര്യാദയില്ലാതെ നേരെ താഴോട്ടിഞ്ഞ് പോരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ പറഞ്ഞു ഇത് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് വരും. പക്ഷേ നമുക്ക് ഇവിടെ ഒരു എൻട്രി പോയിന്റ്, ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി പോയിന്റിനുള്ള പ്രോബബിലിറ്റി എൻട്രി പോയിന്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഇത് മാത്രമല്ല നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു എൻട്രി പോയിന്റ് ഇവിടെ നമുക്ക് എൻട്രി പോയിന്റ്, പക്ഷേ അത് ഹൈ റിസ്ക് ആണ്. റിജക്ഷൻ ക്യാൻഡലിന് കൺഫർമേഷൻ ഒന്നും ഇല്ല. അടുത്ത ക്യാൻഡിൽ ഇവിടെ വലിയ ക്യാൻഡിലായി പോയി നമുക്കിത് ഇവിടെ പാടാം. പക്ഷേ ഇത് വെരി ക്ലിയർ ആയിരുന്നു ഇല്ലേ? മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടി ഇവിടെ ഒരു ഡോജി ഉണ്ടായി. അതിനുശേഷം ഒരു ബെയറിഷ് ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ക്ലോസിങ് കിട്ടി. അതിനുശേഷം നല്ലൊരു ഫോൾ കിട്ടി. ഇത് വെരി ക്ലിയർ ആയിരുന്നു. അപ്പോൾ അതെടുത്ത് എനിക്കറിയത്തില്ല ആരൊക്കെ എടുത്തിട്ടുണ്ടോ. എനിവേ എന്തായാലും നമ്മൾ മാർക്കറ്റ് നേരെ താഴെ പോയതിനു ശേഷം നമ്മൾ ഇന്നലെ ഇവിടെ ഒരു നാരോ ലൈൻ, ടെമ്പററി ലൈൻ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാനത് ഗ്രൂപ്പിലും പറഞ്ഞായിരുന്നു. കാരണം ഇത് പല പ്രാവശ്യം ഇവിടെ ടെസ്റ്റ് ചെയ്ത, അതായത് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത ഒരു ഏരിയ ആണ്. അത് കണ്ടോ ഈ ഏരിയയൊക്കെ. അപ്പം ഇവിടെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ നേരത്തെ ഈ ലൈൻ വരച്ചിട്ടിരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് എന്ത് ചെയ്യുമ്പോൾ ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഫെയിലായിട്ട് നേരെ തിരിച്ചു വന്ന് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ചു പോരും. ഇത്രയുമാണ് ഇന്നത്തെ സ്ട്രാറ്റജി. അതിന് കൂടുതൽ എനിക്ക് ഡയലോഗുകളൊന്നും പറയാനില്ല. സമർത്ഥിക്കാനാണ് എനിക്ക് 100 കൂടെ കാര്യം സമർത്ഥിക്കാം. പക്ഷേങ്കിൽ അങ്ങനെ സമർത്ഥിച്ചൊരു കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഒറ്റ എൻട്രി പോയിന്റ് ഉള്ളായിരുന്നു. കൃത്യമായിട്ട് എൻട്രി നോക്കിയെടുക്കുന്നവർക്ക് ഒരു എൻട്രി പോയിന്റ് ഉള്ള, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ സ്കാൽപ്പ് ചെയ്യാനോ അവരവരുടെ റിസ്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ബ്രേക്ക് ചെയ്തു. നമ്മുടെ ഈ ലെവലും ബ്രേക്ക് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയ ശേഷം മാർക്കറ്റ് ഇവിടെ റിജക്ട് ചെയ്തു അല്ലേ? നമ്മുടെ പോയിന്റുകളും വരകളും എല്ലാം കൃത്യമാണ്. ആ കൃത്യമായ ലെവലുകൾ വന്നാണ് മാർക്കറ്റ് റിജക്ട് ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെവലിൽ വന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തു. വീണ്ടും പോയി നമ്മുടെ 25,687 പോയി തട്ടി വീണ്ടും തിരിച്ച് ഇതേ പോയിന്റിലെത്തി അല്ലേ? ഇതേ പോയിന്റിലെത്തിയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു, ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ ഡബിൾ ബോട്ടം റെസ്പെക്ട് ചെയ്യാറുള്ളതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ പിന്നെ നല്ല ഡെസസീവായിട്ട് ഇത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഈ മൂവിൽ ധാരാളം പേർക്ക് പ്രോഫിറ്റ് ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെസ്സേജുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പം ഡ്രാസ്റ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് തോന്നിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അവിടെ നേരെ റിവേഴ്സ് ചെയ്യും ഇല്ലേ? ഇതാണ് സാധാരണ കണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ വന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്ത് നമുക്ക് ഇൻഡിക്കേഷൻ തന്നു ഇവിടുന്ന് റിജക്ട് ചെയ്യുകയെന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു വലിയ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങോട്ട് ഇട്ട് കാണിച്ചു, ഇതെന്താണ് ഞാനിപ്പോൾ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? തിരിച്ചു മേലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇവിടെ എത്ര പേർക്ക് ഇത് SL അടിച്ചോ അതോ ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചോ എന്നറിയാതെ. കാരണം ഈ സെയിം എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ നടക്കുകയില്ല, ഒന്നും നടക്കത്തില്ല. പ്രീമിയം ഉരുകി തീരത്തേ ഉള്ളൂ. ഒരു കാരണവശാലും ഒരു കുന്തവും നടക്കത്തില്ല. പക്ഷേ നെക്സ്റ്റ് എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാവകാശത്തിൽ ഈ ട്രേഡ് പിടിച്ച് കാണാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ സംഭവിക്കുന്നത്. വേറെ കൂടുതലൊന്നും പറയാനില്ല നമുക്കിന്ന്. കാരണം ഡേറ്റയ്ക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് ഇന്നലത്തെ പോലെ പാതിരാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. പിന്നെ മൊത്തത്തിൽ അലമ്പാവും. പിന്നെ വീഡിയോ താമസിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ട്, മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഡേറ്റ എങ്ങനെയും വരട്ടെ, നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഡേറ്റ എങ്ങനെയും വരട്ടെ. എന്തായാലും ഇന്നത്തെ ഡേറ്റ വരുമ്പോൾ FISൻ്റെ പൊസിഷൻ നോക്കുക. അവരെന്താണ് പിന്നെ ചെയ്തു വെച്ചേക്കുന്നത്, അവരുടെ ഷോർട്ട് അവരഴിച്ചോ അതോ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുവാണോ എന്നൊക്കെ ഉള്ളത് നോക്കുക. അതിനനുസരിച്ച് മാത്രമായിരിക്കും നാളത്തെ മാർക്കറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എനിവേ എന്തായാലും FIS അവരുടെ ഷോർട്ട് അങ്ങനെ തന്നെ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറും തോറും
ഓക്കെ, കാരണം ബാക്കിയുള്ളവരും നല്ലൊരു ലോങ് സൈഡിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പം അങ്ങനെ ഷോർട്ട് അവർ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റ് ഈ പറയുന്ന ഇന്നലത്തെ ഈ ലെവൽ ഓക്കെ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ FISന്റെ ഷോർട്ട് അഴിച്ചു വിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് കിട്ടും. അപ്പം നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ പറ്റത്തില്ല. ഓക്കെ, ഗ്യാപ്പ് അപ്പിലെങ്ങാണ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കവറിങ് കിട്ടത്തില്ല. മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അപ്പ് ഈ ലെവലിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പതുക്കെ മാർക്കറ്റ് നടന്നു കയറണം. അതാ എൻ്റെ ഭാഷ. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്യണം? നടന്നു കയറണം. അങ്ങനെ നടന്ന് ചാടി കയറി ഇട്ട് കഴിഞ്ഞാൽ ഉരുണ്ട് വീഴത്തേ ഉള്ളൂ, അത് നടക്കത്തില്ല. മാർക്കറ്റ് ഇവിടുന്ന് നടന്നു കയറണം. അങ്ങനെ മാർക്കറ്റ് ഇവിടുന്ന് ഇവിടെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്ത ശേഷം നടന്ന് കയറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 26,011 എന്ന് പറയുന്ന നമ്മുടെ അതിസാഹസികമായ നമ്പർ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്താണ് സംഭവിക്കുന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനില്ല. ഇതാണ് നാളത്തെ ഒരു സെറ്റപ്പ്. ഇനിയിപ്പം നാളെ മാർക്കറ്റ് താഴെട്ടിറങ്ങുവാണ്. അങ്ങനെ താഴെട്ടിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ലൈൻ തന്നെ ഈ ലോ ഇന്നുണ്ടാക്കിയ ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ പിന്നെ നമുക്ക് 25,500 നമ്മൾ കാണേണ്ടി വരും. മനസ്സിലായി പറഞ്ഞു? 25,500 പിന്നെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും തിരിച്ച് കയറും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഓക്കെ, പക്ഷേ നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിലൂടെ നമുക്ക് നോക്കിയേക്കാം. ഡേ ക്യാൻഡിൽ എന്താ നമ്മൾ കാണുന്നത്? ഒരു സെക്കൻഡ് ഹോൾഡ്. ഇന്നലെ നിങ്ങൾ ഒത്തിരി പേര് കാത്തിരുന്നു കേട്ടോ, വീഡിയോ കാണാൻ വേണ്ടി കാത്തിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ശരിക്കും ഒറ്റ മണിക്കൂറിൻ്റെ ഏകദേശം 600 പേര് കൂടുതൽ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ വീഡിയോ ഏകദേശം രാത്രി 10:30 നാട്ടിലെ 10:11 മണിയായി ഞാൻ വീഡിയോ ലോഡ് ചെയ്തപ്പോൾ. അതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 600 പേര് ആ വീഡിയോ കണ്ടു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷവും ഉണ്ടായി. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിലുള്ള വിഷമമാണ്. അതുപോലെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നിങ്ങളോട് ഒരു ക്ഷമാപണം ചോദിക്കും. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തപ്പം പിന്നെ നമ്മൾ റഫേൽ യുദ്ധവിമാനം വാങ്ങിക്കുന്നു എന്നുള്ള കാര്യം ഒരു ഓർഡർ കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ തെറ്റി പറഞ്ഞത് ജർമ്മനി എന്നാണ് പറഞ്ഞത്. ജർമ്മനി അല്ല, ഫ്രാൻസ്. ഏത് പൊട്ടനും അറിയാവുന്ന കാര്യമാണ് റഫേൽ വിമാനം ഫ്രാൻസിൻ്റെ ആണെന്നുള്ളത്. പക്ഷേ എൻ്റെ നാക്കുപിഴയ്ക്ക് പറ്റിയതാണ്. കാരണം ഈ എടിപിടിയിൽ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒത്തിരി താമസിച്ചു പോയില്ല. അപ്പോൾ പെട്ടെന്ന് വന്നൊരു നാക്കുപിഴയാണ്. ജർമ്മനി അല്ല, റഫേലാണ്. എനിക്ക് ധാരാളം ആൾക്കാർ കമൻറ്റിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. താങ്ക് യു ഓൾ. നിങ്ങൾ എന്ത് തെറ്റ് കാണുവാണെങ്കിലും നിങ്ങൾക്ക് എന്നെ തിരുത്താം, അതൊരു കുഴപ്പമില്ല. ഞാൻ ആ തെറ്റ് അംഗീകരിക്കാൻ തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നാക്കുപിഴയാണ്. ഞാനപ്പം ഫസ്റ്റ് കമൻറ്റിൽ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടായിരുന്നു, അത് ജർമ്മനി അല്ല ഫ്രാൻസ് ആണെന്ന് ഞാൻ ഒരു പിൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ നമുക്ക് ഡേ ക്യാൻഡിലോട്ട് വരാം. ഡേ ക്യാൻഡിൽ നോക്കിക്കേ എന്താ സംഭവിച്ചത്. ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്ക് നമ്മൾ വരച്ചിട്ടേക്കുന്ന ഒരു ലൈൻ ഉണ്ട് ഇവിടെ അല്ലേ, ഒരു മേജർ സപ്പോർട്ട്. ആ സപ്പോർട്ടിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണ് ഒരു നല്ല സൂചനയാണ് തരുന്നത്. മാർക്കറ്റ് 25,500 സസ്റ്റെയിൻ ചെയ്യുന്നു, 25,500 മേലോട്ട് മാർക്കറ്റ് നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് മാർക്കറ്റ് ഇന്ന് എന്ത് ചെയ്ത് ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നാളെ നമുക്കിനി എന്താണ്, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡേ വൈസിൽ നാളെ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയോ? നാളെ മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ആക്ച്വലി ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ക്ലോസിങ് കിട്ടണം, ഇതിൻ്റെ മുകളിൽ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടിയാൽ സൂപ്പറായിരിക്കും. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ മുകളിലെങ്കിലും നമുക്ക് ക്ലോസിങ് കിട്ടണം, ഈ ലെവലിൻ്റെ മുകളിലെങ്കിലും ക്ലോസിങ് കിട്ടിയെങ്കിൽ നമുക്ക് മേലോട്ടൊരു പ്രതീക്ഷയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് സൂക്ഷിച്ചു വെക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ? ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടിയാൽ സൂപ്പറായിരിക്കും, ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ മുകളിലെങ്കിലും, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നാളെ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം. ഈ 2 സിനാരിയോയിൽ നമുക്ക് ഒരു ശുഭപ്രതീക്ഷ മുകളോട്ടുണ്ട്. ഇല്ലെങ്കിൽ ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യം വിടാം. അതിനുശേഷം ഇവനെ കളഞ്ഞേക്കാം, ഇനിയും വേണ്ട. അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്കിനി ബാങ്ക് നിഫ്റ്റി, സത്യം പറഞ്ഞാൽ നിഫ്റ്റിയെ ഇന്ന് പിടിച്ചു നിർത്തിയത് ബാങ്ക് നിഫ്റ്റിയാണ്. ഉച്ച വരെയും ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ലോ കട്ട് ചെയ്യാതെ താഴെ പോകാതെ ഇങ്ങനെ പിടിച്ച് വന്നു. ഉച്ചയ്ക്ക് ശേഷമാണ്, 1 മണിക്ക് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് താഴോട്ടിറങ്ങി വന്നെങ്കിലും വന്നപോലെ തന്നെ തിരിച്ചു കയറി ഏകദേശം ഒരു 128 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 128 പോയിന്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം അത് നമുക്ക് ഒരു പ്രതീക്ഷയാണ്, ബാങ്ക് ശക്തന്മാരാണ് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും
ഇനിയിപ്പം നാളെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വക വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം. ബാങ്ക് നിഫ്റ്റി നാളെ ഈ 59,621 പറഞ്ഞ പോയിന്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ആ ലെവലിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നമുക്ക് ഇനി മിഡ് ക്യാപ്പിലോട്ട് വരാം. മിഡ് ക്യാപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം. മിഡ് ക്യാപ്പിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതാ നോക്കിക്കേ, മിഡ് ക്യാപ്പ് രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തു. ഈ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ കൂട്ട് തന്നെ നേരെ താഴോട്ട് പോയി ഇന്നലത്തെ ഒരു ലോ ഇവിടെ ഉണ്ട്. ഇന്നലത്തെ ഒരു ലോ ഉണ്ടായിരുന്നു ഇവിടെ. ആ ലോയിൽ വന്ന് ടെസ്റ്റ് ചെയ്തു. ഇത് കണ്ടോ, ഇന്നലത്തെ ഒരു ലോ ഇവിടെ ഉണ്ടായിരുന്നു. ആ ലോയിൽ വന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിത് മാർക്ക് ചെയ്ത് കാണിച്ചായിരുന്നു. ഈ ലോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിവിടെ നിന്ന് കയറാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ വീണ്ടും ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് നൽകി. അതിനുശേഷം ലാസ്റ്റിലത്തെ കയറ്റത്തിലാണെങ്കിൽ ഈ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ, പക്ഷേ മിഡ് ക്യാപ്പിനെ ഇന്ന് രാവിലെ മേളോട്ട് കയറ്റിക്കൊണ്ട് പോയത് BSE ആണ്. BSE ഏകദേശം 100 പോയിന്റോളം രാവിലെ ഇന്ന് കയറിയായിരുന്നു. 100 പോയിന്റോളം കയറിയാണ്. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാണ്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, BSE രാവിലെ നല്ല രീതിയിൽ മേളോട്ട് പോയി. ഈ നല്ല 100 പോയിന്റോളം മേളോട്ട് പോയിട്ട് ശേഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് പതുക്കെ BSE താഴോട്ട് വന്നു. അതിനനുസരിച്ച് മിഡ് ക്യാപ്പ് നേരെ താഴോട്ട് പോകുന്നത്. ഡിക്സണൊക്കെ 600 പോയിന്റ് വീണു. 600 പോയിന്റ്. അപ്പം കോഫോർജ് മാത്രമേ ഉള്ളൂ, പെർസിസ്റ്റൻസ് സിസ്റ്റം മാത്രമേ ഉള്ളൂ ചെറുതായിട്ടെങ്കിലും ഇത് പിടിച്ചു. കാരണം അവർ IT-കാരായതുകൊണ്ട് ചെറുതായിട്ടത് പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് വലിയ ഫോൾ ഉണ്ടാകാഞ്ഞത്. അപ്പം നാളെ ഇവരൊക്കെ പെർഫോം ചെയ്താൽ, ആര്, കോഫോർജ്, പെർസിസ്റ്റൻസ് സിസ്റ്റം, ഈ പറയുന്ന BSE, ഡിക്സൺ ഒക്കെ പെർഫോം ചെയ്താൽ അടിപൊളിയായിട്ട് മിഡ് ക്യാപ്പ് മുകളിലോട്ട് പോകും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും തഥൈവ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ലെവലുകൾ ഇവിടെ കിടപ്പുണ്ട്. ലെവലുകൾ ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിപ്പം ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടുതലും ബ്രേക്ക് ചെയ്യണം. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വേറെ കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനില്ല. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നെക്കൊണ്ട് കഴിയാവുന്ന നോക്കുക നിങ്ങൾക്ക് ഞാൻ വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.